നിലമ്പൂരിലെ സാംസ്കാരിക നായകന്മാർക്ക് എം സ്വരാജിനോട് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും വല്ലാത്തൊരു പിന്തുണയാണ് നൽകുന്നത്. അതിനെന്താ കാരണം? രഞ്ജിനി കണ്ടായിരുന്നു, അവരുടെ പോസ്റ്റർ കണ്ടായിരുന്നു, സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം. ഏത് സാംസ്കാരിക കേരളം? അല്ല, ആര് അവരോധിച്ചു ഇവരെയൊക്കെ? അപ്പോൾ സാംസ്കാരിക കേരളം എന്ന് വെച്ചാൽ ഒരുപാട് മാനങ്ങളുണ്ട് അല്ലേ? സാംസ്കാരിക കേരളം അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ. പക്ഷെ നമ്മൾ കേരളത്തിൽ കാണുന്നത് സാംസ്കാരിക നായകരല്ല, സാംസ്കാരിക നായകളാണ്. പലപ്പോഴും തോന്നിയിട്ടില്ല രഞ്ജിനി? അപ്പോൾ ഞാനിപ്പം കണ്ടായിരുന്നു, നിലമ്പൂരിൽ അങ്ങോട്ട് പടയോടെ പടയാണ്. പക്ഷെ ഇവർ എന്താണ്, സ്വരാജ് ജയിക്കാൻ വേണ്ടി ഇതുവരെ നിശബ്ദമായിട്ടിരുന്ന പല 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ KR മീരയെ പോലെയൊക്കെ ഉള്ളതാണ്. ആശാസമരം ഭയങ്കര ഇതായിട്ട്, സ്ത്രീകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നങ്ങളിൽ നെട്ടോട്ട് ഓടുന്ന കുറേ ജനങ്ങൾ. ഇപ്പം നിലമ്പൂരിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇന്നേ വരെ അതിനെതിരെ തൂലിക ചലിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ, നാവ് ചലിപ്പിക്കാൻ ത്രാണിയില്ലാത്ത സാംസ്കാരിക നായകരും നായികമാരും കൂട്ടത്തോടെ സ്വരാജിന് വേണ്ടി. ശരിക്കും തോന്നിയിട്ടുണ്ട്, ഈ സ്വരാജ് എന്താണ് ഇന്ന് വരെ സ്വരാജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെല്ലാം പറയണത് സ്വരാജ് എന്ന് പറഞ്ഞാൽ നിലപാടിൻ്റെ എന്താ പറയുക, അങ്ങനത്തെ രീതിയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സഖാവിൻ്റെ കൃത്യമായിട്ട് എന്താ പറയുക, അട്ടിമ. അതിനപ്പുറം വേറൊന്നും പറയാനില്ല. അതെ, കാരണം അദ്ദേഹം VS അച്യുതാനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലേ, എത്രയോ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്തൊരു പേരാണ്. ഇന്നിപ്പോൾ പറയാനുള്ളതിലും സഖാവ് VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ആൾക്കാർക്ക്, അതെനിക്ക് തോന്നിയിട്ടുണ്ട്, രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർക്കൊരു റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. അത് സ്വരാജ് പറഞ്ഞെങ്കിലും അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കേരളത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സ്വരാജിനെ പോലൊരു വ്യക്തിനെ എപ്പോഴും മുന്നിൽ നിർത്തിയിട്ട് അതാണ് അവിടുത്തെ ഒരു കളിയല്ലേ. ഇപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പിണറായി ഭക്തൻ അല്ലെങ്കിൽ അടിമ, അന്തം അടിമ. അതിനൊപ്പം തന്നെ ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിലമ്പൂരിൽ സ്വരാജിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള സാംസ്കാരിക നായകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതോരം ചേർന്ന് നടക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കുക അല്ലെ വാലാട്ടുക, ഇത് മാത്രം ശീലമാക്കിയിട്ടുള്ള കുറച്ച് നമ്മുടെ സാംസ്കാരിക നായകരാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആരാണ്? ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ അവിടെ BJPയുടെ ഒരു ചിത്രങ്ങൾ പോലും ഇല്ല. ഇവിടെ പിന്നെ അൻവർ ഒരു കോമാളിയായി മാറി. എനിക്കിപ്പോൾ തോന്നി പുലി പോലെ വന്നിട്ട് എലി പോലെ വന്ന ഒരാളാണല്ലേ. ഇപ്പോൾ ₹1 ഇതൊക്കെ വെച്ചിട്ടൊക്കെ അവിടെ പറയാനുള്ള ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് ഒരു പക്ഷേ സിനിമാ മേഖലയിലൊക്കെ ഒരു വല്ലാത്തൊരു വിപ്ലവം സൃഷ്ടിച്ചു, പ്രത്യേകിച്ച് ആ മലപ്പുറം പാടമൊന്ന് ഒരു വിലാപം. അത് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു നമ്മൾ പറയില്ലേ, രാഷ്ട്രീയ ഒരു അധികായൻ്റെ മകൻ, അതായത് നമ്മുടെ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നേതാവാണ് കേട്ടോ. കാരണം അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു മതം തലയിൽ പേറിയിട്ട് അങ്ങനത്തെ പോകാത്തൊരു, അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കറിയാലോ ലീഗൊക്കെ ആയിട്ടുള്ള കുറേ നമ്മളറിയാം. ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനമാണെങ്കിൽ അതാണ് ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അല്ലേ നമ്മുടെ ആ ഒരു സംസ്കാരത്തെ കൂടെ തന്നെ മാനിച്ചുകൊണ്ട്, പൈതൃകങ്ങളെയും ഭാരതീയ സംസ്കാരം എല്ലാത്തിനെയും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഹിന്ദുത്വത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇതുണ്ട്. ആ ഒരു പ്രസംഗമൊക്കെ ഭയങ്കര മലപ്പുറത്തെ സ്ത്രീകൾ പെൺകുട്ടികൾ പഠിക്കണം, പഠിച്ച് ആ രീതിയിൽ അപ്പം ചിന്താഗതികൾ മാറ്റണം അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാ അവിടുത്തെ സിനിമ ആലോചിച്ചുകൊണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ത്രീ സമൂഹം ഭയങ്കര പ്രശ്നം വെച്ചാൽ എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10, 13, 14 വയസ്സ് കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കുക. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം. നമുക്കറിയാം, ആ സിനിമ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഷാഹിനെയാണെന്ന് തോന്നുന്നല്ലേ മീര ജാസ്മിൻ്റെ കഥാപാത്രം? മീര ജാസ്മിൻ അല്ലായിരുന്നു പാഠം? അതെ, മീര ജാസ്മിൻ. അപ്പം ആ ഒരു വീണ്ടും കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ വീണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം ആ പാഠം ഒന്ന് ഒരു വിലാപം, പഠിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടി, നല്ല കൃത്യമായിട്ടൊരു വരച്ച് കടലായിരുന്നു. അന്നോട്ടേ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ഇദ്ദേഹത്തിന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അന്ന് ആ ഒരു മുസ്ലിം സമുദായത്തിനെ തുറന്ന് കാട്ടാൻ ധൈര്യം കാണിച്ചിട്ടുള്ള, അത് നമ്മൾ പറയില്ല. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ നോക്കണമെങ്കിൽ ഹീ സച്ച് എ ട്രൂലി നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റും സാംസ്കാരിക നായകനെന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ. ബിക്കോസ് അങ്ങനെ ജനങ്ങൾക്ക് മുന്നിലൊരു നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു സംവിധായകനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിക്കോട്ടെ, ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു പുസ്തകം, ഇത് നമ്മുടെ മുന്നിൽ ഒരു കൃത്യമായിട്ടൊരു പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി വെക്കുമ്പോൾ അതാണ് ശരിക്കും സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ. KR മീരയുടെയൊക്കെ എഴുത്തുകൾ നമുക്കറിയാം, എപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീപക്ഷം നിന്നുകൊണ്ടുള്ള എഴുത്തിൽ മാത്രമേ, അതായത് അവരുടെ എഴുത്ത്
സ്ത്രീപക്ഷം എന്നുള്ള യോജിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തും, പക്ഷേ പ്രവൃത്തി എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആശാസമരം. അപ്പോൾ അവരൊക്കെ വെറും ഒരു ഇടത അടമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. ഇപ്പോൾ നമുക്കറിയാം, ഇത് എയർ ഇന്ത്യയുടെ ഒരു വിമാനാപകടം നടന്നു. ഒരു തഹസീൽദാർ വളരെ മോശമായിട്ടൊരു കമന്റ്, അത് മരണപ്പെട്ട ഒരു കുട്ടിക്കെതിരെ. അത് രഞ്ജിനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളീയരെ പ്രതികരിക്കുമായിരുന്നു. ഇതെന്താണ് മറുപക്ഷം നിൽക്കുന്നത് നായർ എന്നുള്ള ഐഡന്റിറ്റി. അവിടെ അത് മറ്റൊരു സ്വത്വമായിരുന്നിട്ട് ഓപ്പോസിറ്റ് ഈ അതേ പരാമർശം നടത്തിയിരുന്നത് ഒരു പവിത്രൻ നായരോ പവിത്രൻ നമ്പൂതിരിയോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഈ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും സാംസ്കാരിക കേരളം ഏത് രീതിയിലായിരിക്കും അത്? എത്ര സാംസ്കാരിക നായകർ അതിനെതിരെ ഉറക്കെ പറയുമായിരുന്നു അല്ലേ? ഇദ്ദേഹം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പവിത്രൻ എന്ന് പറഞ്ഞ ആള് ഒരു സഖാവാണ്. അതുകൊണ്ട് തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ഒരു ഘട്ടത്തിൽ ജാതി അല്ലല്ലോ നോക്കണ്ടേ, ജാതി മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീക്കെതിരെ നടത്തിയ ഒരു ഇവിടെ സ്ത്രീക്കെതിരെയുള്ള പരാമർശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല രഞ്ജിനി. സ്ത്രീ പരാമർശങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ അതായത് കോട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏറെയായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷത്തുള്ള ഒരാളാണ്. അതിൽ തന്നെ മറ്റൊരാളാണ് അപ്പുറത്തെ പക്ഷത്തുള്ളത്. അല്ലെങ്കിൽ ഇനി ഇരയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിലുള്ള ആളാണെങ്കിൽ വേട്ടക്കാരനൊപ്പം നിന്നിട്ട് ഇരയ്ക്ക് ഇങ്ങനെ ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കും. പക്ഷേ നമ്മൾ സിവിക് ചന്ദ്രൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷം സ്ത്രീകൾക്ക് അനുകൂലം എന്ന് പറയുന്ന വെറും കള്ളത്തരമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ എത്ര സ്ത്രീകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുകയും. തീർച്ചയായും നമുക്കറിയാം ശൈലജ ടീച്ചറിനൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, ഈ സ്വരാജ് ഇലക്ഷന് നിൽക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ബലിയാടാണ്, മറ്റൊരു ബലിയാണ്. അങ്ങനെയാണ് തോന്നിയത്. നല്ല രണ്ടു പ്രാവശ്യമായി സ്വരാജില്ല. കാരണം ഇത് മരുമകന് അല്ലെങ്കിൽ ഇപ്പൊ ആ ട്രാക്ക് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. കാരണം എല്ലാവർക്കും ശരിക്കും ഇടത് പക്ഷത്തുള്ള ആൾക്കാർക്കൊരു വിചാരം ഉണ്ടല്ലേ, സ്വരാജ് എന്തോ വലിയൊരു സംഭവമാണ്. ശരിക്കും ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. എന്ത് പോയി കഴിഞ്ഞാലും കുറേ രീതിയിൽ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന വിഡിത്തം കുറേയേറെ ബുക്കുകളും കുറേയേറെ ഇതുമൊക്കെ വായിച്ചത് കൊണ്ട് നല്ലൊരു രാഷ്ട്രീയക്കാരനോ നല്ലൊരു വ്യക്തിയോ ആവണോ. അല്ലിപ്പോൾ നല്ല ഒരുപാട് അയാൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് കൃത്യതയുള്ളത്, എന്താണ് ഒരു നിലപാടായിട്ടുള്ളത്? ഒന്നുമില്ല. കാരണം ഊതിപ്പെരിപ്പിച്ച കുറേ വാക്കുകൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്തിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താ പറയുക സത്യാനന്തരം അല്ലെങ്കിൽ സത്യാനന്തര കഥകൾ ആ ഒരു കാര്യങ്ങളായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ സംസാരിക്കും. നേരെ മറിച്ച് അല്ലെങ്കിൽ കുറച്ച് മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ കുറേ വാചകങ്ങളെടുത്ത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇടതര പണ്ട് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടമായപ്പോഴാണ് ആൾക്കാർ ഇവരെ ശരിക്കും പൊളിച്ചെഴുതി തുടങ്ങിയത് അല്ലേ. പണ്ടൊക്കെ ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കവല പ്രസംഗങ്ങൾ നടത്തും. കുറേ ഇതുപോലത്തുള്ള വാക്കുകൾ അടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ. അപ്പോൾ ബുദ്ധിജീവി പരിവേഷമാണല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ താത്വികാചാര്യൻ കുമാരപിള്ള സാറിനെ പോലെ കുറേ നമ്മൾ പറയുമല്ലോ ആ സന്ദേശം സിനിമയിലൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളില്ല, മറ്റേ നമ്മൾ പറയുക വൈദ്യുത്യാത്മക ഭൗതികവാദം പോലെ കുറേ വാക്കുകളാണ്. അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ സാധാരണ മനുഷ്യരാണ് കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ അന്ന് പോയിട്ടുള്ള ആൾക്കാരല്ലേ, ജന്മിത്വത്തിനൊക്കെ എതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറ്റിപ്പാണല്ലോ. അവരെന്ത് വിചാരിക്കും ഇതൊക്കെയാണ് സത്യം, ഇത് ഉള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് ഇതേ ഒരു എഴുത്താണ് മറ്റേ രാജീവ്, അദ്ദേഹം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഇടതുപക്ഷ നേതാവൊക്കെയാണ് കേട്ടോ, നമ്മുടെ പി രാജീവ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇതാണ് സംസാരിക്കുന്നതെല്ലാം കട്ടി വാക്കുകൾ. ഇതുപോലെ നമുക്കുണ്ടായിരുന്നല്ലോ മറ്റേ ജുബ്ബ ഇട്ടിട്ടുള്ള ഐസക് സാറ് അത് തന്നെ. അപ്പോൾ ഇവർക്കൊന്നും പരന്ന കിട്ടുന്ന കുറേ വാചകങ്ങൾ എടുത്ത് ഇപ്പോൾ പക്ഷേ MA ബേബി സഖാവ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇതാണ് സംഭവം. കുറേ പുസ്തകങ്ങൾ വായിച്ച് കുറേ വാചകങ്ങൾ എടുത്തിട്ട് കസർത്ത് കിടത്തോളെ. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടത് അപ്പുറത്തെ സൈഡിലും ആൾക്കാർ വായിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്ക് ആൻസർ ഇല്ല. അപ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇന്നിപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് അടുത്ത് ഉയർത്തി കാണിക്കാനുള്ളത് യുവ നേതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ സ്വരാജ്, പിന്നെ ഒന്ന് ചിന്താ ചൊറോം, ഇങ്ങനത്തെ കുറച്ച് പേരാണ്. അങ്ങനെയാണ് കുറേ വാചക കസർത്ത് മാത്രം, ഒന്നുമില്ല. ആ വാചക കസർത്തിൽ തരുന്ന ഒരു സാരം ഒരു അന്തസത്ത ഇല്ലാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ജയിക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാനൽ ചർച്ച വന്നു കഴിഞ്ഞാൽ ജയിക്ക് വരുന്നത് തന്നെ കോമഡിയാണ് അല്ലേ, കോമഡി. ജയിക്ക്, റഹീം, അപ്പം ഇങ്ങനെയുള്ളവർ വന്നു കഴിയുമ്പോൾ ഇന്ന് അവരുടെ ചർച്ച എന്ന് പറയുമ്പോൾ ആൾക്കാർ കാണുന്നത് ഒരു തമാശയായിട്ടാണ്. അപ്പോൾ ഇടത് സാംസ്കാരിക അടിമകൾക്ക് ഇവരെ സുഖിപ്പിച്ച് നിന്നേ പറ്റൂ. കാരണം അവാർഡ് ഫലകങ്ങൾ, പ്രശസ്തി പത്രവും സ്ഥാനമാനങ്ങളും വേണമെങ്കിൽ നമുക്കറിയാം. ഇന്ന് ആശാന്റെ 4 വരി നേരെ ചൊല്ലാൻ അറിയാത്തവൻ ആസ്ഥാന കവിയാണ്. പിന്നെ ഏതെങ്കിലും 4 പണ്ടത്തെ VD രാജപ്പനൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ അതുപോലത്തെ 2-4 പാരഡി അല്ലെങ്കിൽ എന്തെങ്കിലും ജാതീയത കുത്തി നിറച്ച് 4 വരികൾ എഴുതി കഴിഞ്ഞാൽ നീ പുലേനല്ല പറയാനല്ല പിന്നെ അല്ലെങ്കിൽ മറ്റല്ല എന്നുള്ള പോലെ തെറിയും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അയാൾ ആധുനിക കേരളത്തിലെ സംഗീതം ഈ പറഞ്ഞോണം ജാതി എടുത്തിട്ട് അങ്ങ് ഒരു ജാതിക്കാർഡ് അങ്ങ് ഇറക്കുക. വേടനെതിരെ ഇപ്പൊ BJP ആണെങ്കിലും മറ്റേതെങ്കിലും പാർട്ടികളും ഇത് തെറ്റാണ്, ഏതെങ്കിലും ഒരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കീഴ്ജാതി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവനെതിരെ ഇങ്ങനെ ഭയങ്കര
ഭയങ്കരമായിട്ട് അവന്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം, അവന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം, ഇതാണ് ചോദിക്കുന്നത്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ അത് പൊക്കി പിടിക്കാനായിട്ട് കുറേ സാംസ്കാരിക നയം. ശരിക്കും പറഞ്ഞത് വയറ്റിപ്പഴപ്പാണ് രഞ്ജിനി. കാരണം വയറ്റിപ്പഴപ്പെന്ന് മാത്രമല്ല, ഇവർക്കൊപ്പം കഴിഞ്ഞ 9 വർഷമായിട്ട് എന്താ പറയുക, നമ്മൾ പറയുമല്ലോ തമ്പ്രാൻ എറിഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രജാപതിയുടെ അമയത്യത്തിൻ്റെ മാലിന്യമുള്ളൊരു ഭരണ ഇതാണെങ്കിൽ പോലും അത് സുഗന്ധപൂരിതമാണെന്ന് സ്വയം വിശ്വസിച്ച് സ്വന്തം ചിന്ത എന്താ പറയുക എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അങ്ങേറ്റം നികൃഷ്ടരായിട്ടുള്ള ജന്മങ്ങളാണ് ഇന്നത്തെ സാംസ്കാരിക കേരളത്തിനെ അലങ്കരിക്കുന്നുവെന്ന് ഇടത് പക്ഷം കൊട്ടിഘോഷിക്കുന്ന സാംസ്കാരിക നായകർ. ഇവരൊന്നും സാംസ്കാരിക നായകർ പോലും അല്ല. അപ്പോൾ ഇവർ വെറുതെ സാംസ്കാരിക കേരളം കേരളത്തിനൊപ്പം എന്ന് പറയുമ്പോൾ യഥാർത്ഥ സാംസ്കാരിക നായകരുടെ ഉണ്ട്. ഇതൊക്കെ ഇടത് നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ല. AKG സെൻറ്ററിന് അക്രഡിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാലാട്ടി നായകൾ സ്വരാജിനൊപ്പം എന്ന് പറയുന്ന പോസ്റ്ററായിരുന്നു നല്ലത്. അതേ പറയാനുള്ളൂ.